ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആഴിക്കരയിൽ കണ്ണിമ വെട്ടാതെ ഹനുമാനെ കാത്തുകൊണ്ടിരിക്കുകയാണ് ശൂരന്മാരായ വാനരസംഘം. കൊടുങ്കാറ്റുകൊണ്ട് പിളരുന്ന മേഘമെന്ന പോലെ മാരുതിയുടെ ഊരുവേഗത്തിൽ നിന്നുണ്ടായ ഗംഭീര ശബ്ദം അവർ കേട്ടു. അഴലാണ്ട് നിസ്തേജസന്മാരായിരിക്കുന്ന അവരെല്ലാവരും ഇടിനാദം പോലെയുള്ള ആ ഗർജനം കേട്ടു. ഹനുമാന്റെ ശബ്ദമാണ് എന്നറിഞ്ഞ വാനരപുങ്കവന്മാർ അത്യുത്സാഹത്തെ പ്രദർശിപ്പിച്ചു. കവീന്ദ്രന്മാരിൽ വെച്ച് വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനുമായ ജാമ്പവാൻ സന്തോഷാധിക്യത്താൽ വികസിച്ച ഹൃദയത്തോടെ വാനരന്മാരെ വിളിച്ച്, സുഹൃത്തുക്കളെ, ഹനുമാൻ കാര്യം സാധിച്ചു കഴിഞ്ഞു. സംശയിക്കേണ്ട ആവശ്യമേയില്ല. ഇത്തരത്തിലുള്ള നാദം പുറപ്പെടുവിക്കണമെങ്കിൽ കാര്യം സാധിക്കണം. മഹാത്മാവായ മാരുതിയുടെ ഊരുക്കളുടെയും ബാഹുക്കളുടെയും വേഗത കൊണ്ട് നഭസിൽ നിന്നുണ്ടാകുന്ന വായുവേഗത്തെ കണ്ടു. സിംഹനാദത്തെ വീണ്ടും കേട്ട അവർ ആനന്ദ ഉന്മത്തന്മാരെ പോലെയായി തീർന്നു. ഹനുമാന്റെ വരവ് കാണുവാൻ ആകാശത്തിലേക്കും 4 ഭാഗത്തേക്കും ചാടിക്കളിച്ചു. പർവ്വതത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്കും ഒരു കൊടുമുടിയിൽ നിന്ന് മറ്റൊന്നിലേക്കും ചാടിക്കളിച്ചുകൊണ്ട് വാനരപ്പട സംഘമായി സുഹൃത്തിനെ കാണുവാൻ ഉഴറി നിൽപ്പായി. അതിസന്തുഷ്ടന്മാരായ അവർ ഗിരിശൃംഗത്തിലെ മാമരക്കൊമ്പുകളിൽ കയറിയിരുന്നു. അവർ ഇരിക്കുന്ന സ്ഥലം വ്യക്തമായി മനസ്സിലാക്കുവാൻ വെളുത്ത വസ്ത്രങ്ങൾ ഉന്നത ശാഖകളിൽ കെട്ടിക്കാറ്റത്ത് ഉലച്ചു. അത് കണ്ട വായുപുത്രൻ കൊടുങ്കാറ്റ് പർവ്വത ഗുഹകളിൽ പ്രവേശിക്കുന്നത് പോലെ മുഴങ്ങുന്ന ഒരു ഗംഭീര ഗർജനം ചെയ്തു. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി ആകാശത്തിലെ മേഘമെന്ന പോലെ അതിവേഗം അടുക്കുന്ന ഹനുമാനെ കപിവരന്മാർ വിടർന്ന കണ്ണുകളോടെ കണ്ടു. എല്ലാവരുടെ കൈകളും താമരപ്പൂ മൊട്ടുപോലെ ശിരസിൻ മുകളിലെത്തി. അരിഷ്ടപർവ്വതത്തിൽ നിന്ന് അതിവേഗത്തിൽ മാമല തുല്യ ശരീരമാർന്നു വരുന്ന ആഞ്ജനേയർ വൃക്ഷനിബിഡമായ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ ഒരു ശിഖരത്തിൽ ചാടി നിന്നു. ആ ഗിരിയിൽ നിന്ന് ഒഴുകുന്ന ഒരു മഹാനദിയുടെ സമീപത്തിൽ സന്തോഷപുളകിതനായ ഹനുമാൻ ആകാശത്തിൽ നിന്ന് ചിറകറ്റ പർവ്വതം പോലെ പതിച്ചു. ആനന്ദ കണ്ണീർ ഒഴുക്കുന്ന വാനരപ്പട മഹാത്മാവായ മാരുതിയുടെ 4 പുറവും തിക്കിത്തിരക്കി എത്തി. ഹനുമാന്റെ സാമീപ്യം കൂടി അവരെ അത്രമാത്രം ആനന്ദിപ്പിച്ചിരുന്നു. ഏതൊരു കപിവരൻ്റെയും വദനം സന്തോഷത്താൽ പൂർവാധികം വിളങ്ങി. സന്തോഷം വ്യക്തമായി കണ്ടു. ഫലമൂലാദികളെ ഉപഹാരമായി കൊണ്ടുവന്ന് വാനരേശ്വരനായ വായുപുത്രനെ സൽക്കരിച്ചു. അടക്കാൻ കഴിയാത്ത സന്തോഷത്താൽ ചിലർ ഉച്ചത്തിൽ ആർത്തു. മറ്റു ചിലർ വാനരജാതിക്ക് ഉചിതമായ കിലുകിലാരവം പുറപ്പെടുവിച്ചു. വേറെ ചിലർ ഹനുമാന് ഇരിക്കുവാൻ വൃക്ഷശാഖകൾ ഒടിച്ചിട്ട് ഇരിപ്പിടമുണ്ടാക്കി. എന്നാൽ വായുപുത്രൻ സ്വമാഹാത്മ്യത്തെ വ്യക്തമാക്കത്തക്ക വിധം ഗുരുഭൂതന്മാരും വദ്യവൃദ്ധന്മാരുമായ ജാമ്പവാൻ മുതലായവരെയും യുവരാജാവായ അംഗദനെയും യഥോചിതം വന്ദിച്ച് സവിനയം കണ്ടു സീതാദേവിയെ എന്ന് 2 വാക്കുകൾ കൊണ്ട് ചുരുക്കത്തിൽ കാര്യം ഗ്രഹിപ്പിച്ചു. സർവരാലും പൂജ്യനും വാനരന്മാരാൽ വിശേഷിച്ചും അർച്ചിക്കപ്പെടുന്നവനുമായ ഹനുമാൻ ബാലീസൂനുവായ രാജകുമാരൻ അംഗദനെ സ്വകരങ്ങളാൽ പിടിച്ച് മഹേന്ദ്ര പർവ്വതത്തിലെ മനോമോഹനമായ ഒരു സ്ഥലത്ത് ഇരുന്നു. വാനരശ്രേഷ്ഠന്മാർ വർത്തമാനങ്ങൾ അറിയുവാനുള്ള അത്യാഗ്രഹത്തോടെ ദേവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അശോകവനിയിൽ ഇരിക്കുന്ന സീതാദേവിയെ കണ്ടു. അതിഭയങ്കരികളായ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് കാത്തുകൊണ്ടിരിക്കുന്നു. തലമുടി വേർപ്പെടുകയും മറ്റും ചെയ്യാത്തതിനാൽ ജട കൊണ്ട് ഒരൊറ്റ കെട്ടുമാത്രമായിരിക്കുന്നു. ശ്രീരാമസ്വാമിയെ കാണുവാൻ ആഗ്രഹിച്ചും ഉപവാസാദികളാൽ ക്ഷീണിച്ചും ശരീരത്തെ ഒട്ടും തന്നെ ശുശ്രൂഷിക്കാത്തതിനാൽ മലിനമായും അത്യന്തം കൃശയുമായിരിക്കുന്ന ദേവിയെ ഞാൻ കണ്ടു. അതിമഹത്തായ കാര്യം അടങ്ങിയ കണ്ടു എന്ന അമൃതതുല്യമായ വാക്ക് വാനരന്മാരെ സന്തോഷസാഗരത്തിൽ ആറാടിച്ചു. ഹൃദയത്തിൽ ഒതുങ്ങാത്ത ആനന്ദത്താൽ കുറേ പേർ ഗർജിച്ചു. വേറെ ചിലർ അലറി. അന്യന്മാർ കിലുകില ശബ്ദം പുറപ്പെടുവിച്ചു. മറ്റു ചിലർ പ്രതിധ്വനി പോലെ ഗർജിച്ചു. ചില വാനരോത്തമന്മാരാകട്ടെ അതിസന്തോഷത്തോടെ ദീർഘങ്ങളും
മനോഹരങ്ങളുമായ വാലുകളെ ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പലവട്ടം ചുഴറ്റിയടിച്ചു. സഹിക്കാൻ കഴിയാത്ത സന്തോഷത്താൽ പർവ്വത ശിഖരങ്ങളിൽ നൃത്തം വെച്ച് വിജയശ്രീ ലാളിതനായ വായുപുത്രനെ സസ്നേഹം തലോടിത്തുടങ്ങി. ഇങ്ങനെ കണ്ടു എന്ന വാക്കിനാൽ ജീവിത സാഫല്യം വന്നവരെ പോലെ സന്തോഷ അന്ധരായി തീർന്ന അവരുടെ മധ്യത്തിൽ വെച്ച് അത്യുത്തമങ്ങളായ വാക്കുകൾ അംഗദൻ പറഞ്ഞു. ഹേ വായുപുത്ര, വാനരോത്തമ, മനഃശക്തിയിലും ദേഹബലത്തിലും അങ്ങയോട് സദൃശനായിട്ട് മറ്റൊരുവനില്ല. എന്തുകൊണ്ടെന്നാൽ അപാരമായ സാഗരത്തെ ചാടിക്കടക്കുകയും അതേപോലെ ഇങ്ങോട്ട് മടങ്ങി വരികയും ചെയ്തുവല്ലോ. ഈ വാനര സംഘത്തിൻ്റെ മുഴുവൻ ജീവദാതാവാണ് അങ്ങ്. കപീശ്വരൻ മറ്റാരും അല്ല. ഈ കൂട്ടത്തിൽ അങ്ങയുടെ അനുഗ്രഹത്താൽ നമ്മൾ കാര്യം സാധിച്ചവരായി ശ്രീരാമദേവ സന്നിധിയിൽ എത്താറായല്ലോ. സ്വാമി, ഭക്തി, വീര്യം, ധൈര്യം ഇവയെല്ലാം ഒത്തുചേർന്ന മാരുതി അങ്ങയുടെ പ്രവൃത്തി ആശ്ചര്യം മാത്രമല്ല, അത്യദ്ഭുത ജനകവുമാണ്. യശസ്വിനിയായ ജാനകീദേവിയെ ഭാഗ്യവശാൽ കണ്ടുവല്ലോ. പത്നീവിയോഗത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിയെ ഭാഗ്യം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമല്ലോ. ജാംബവാൻ, അംഗദൻ, ഹനുമാൻ എന്നിവരെ ചുറ്റിക്കൊണ്ട് എല്ലാ വാനരന്മാരും പരമസന്തോഷത്തോടെ വലിയ വലിയ പാറക്കല്ലുകളിൽ ഇരുന്നു. എത്ര നോക്കിയിട്ടും അവർക്ക് തൃപ്തി വരുന്നില്ല. സമുദ്രത്തെ ചാടിക്കടക്കുന്നതും ലങ്കയെയും ദേവിയെയും രാവണനെയും കണ്ടതുമായ വർത്തമാനങ്ങൾ വിസ്തരിച്ചു കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാനരന്മാർ എല്ലാവരും അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഹനുമാന്റെ തേജസ് കളിയാടുന്ന മുഖത്തെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടു നിന്നു. അനേക തരത്തിലുള്ള വാനരന്മാരാൽ ആവൃതനായ അംഗദൻ അനേക ഭേദങ്ങളോട് കൂടിയ അമരന്മാരാൽ സേവിക്കപ്പെടുന്ന ദേവേന്ദ്രൻ എന്ന പോലെ ആ സദസ്സിൽ പ്രകാശിച്ചു. അനശ്വര കീർത്തിമാനായ ഹനുമാൻ തോൾവള, രത്നഹാരങ്ങൾ എന്നിവ അണിഞ്ഞ അംഗങ്ങളോട് കൂടിയ യുവരാജ അംഗദൻ എന്നിവർ അത്യാനന്ദത്തോടെ ഇരിക്കുന്ന ആ പർവ്വതം തന്നെ ശ്രീയാൽ അത്യന്തം ഉജ്ജ്വലിക്കുന്നതായി തീർന്നു. മഹേന്ദ്ര പർവ്വതത്തിൽ ഹനുമൽ പ്രഭൃതികളായ വാനരശ്രേഷ്ഠന്മാർ ഒന്നിച്ച് ഇരിക്കുമ്പോൾ അത്യുത്തമമായ സംപ്രീതി ഓരോരുത്തർക്കും ഉണ്ടായിത്തീർന്നു. മഹാത്മാക്കളാണ് ആ വാനരേന്ദ്രന്മാർ. സന്തുഷ്ടമാനസന്മാരായ അവരിൽ വെച്ച് അഭിവന്ദ്യനായ ജാംബവാൻ അചിന്ത്യമായ ആനന്ദത്തോടെ സംപ്രീതനായിരിക്കുന്ന ഹനുമാനോട് കാര്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചു. ഏതു വിധമാണ് ദേവിയെ കണ്ടുപിടിച്ചത്? ദേവി എവിടെ, ഏതു സ്ഥിതിയിൽ ഇരിക്കുന്നു? കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവനാണല്ലോ രാവണൻ. ആ രാക്ഷസൻ ദേവിയെ ഏതു തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു, രക്ഷിക്കുന്നു? മഹാനായ മാരുതി, എല്ലാം വിശദമായി ഞങ്ങളോട് പറയൂ. ദേവിയാണെന്ന് ഏതു വിധത്തിൽ കണ്ടുപിടിച്ചു? ദേവി എന്താണ് മറുപടി പറഞ്ഞത്? ഇതെല്ലാം ഞങ്ങൾ കേട്ടുധരിച്ച ശേഷം ഇനിമേൽ നമ്മൾ ചെയ്യേണ്ടതിനെപ്പറ്റി ചിന്തിക്കാം. നമുക്ക് ആലോചിക്കേണ്ടത് ശ്രീരാമദേവ സന്നിധിയിൽ ഏതേതു സംഗതിയെപ്പറ്റി പറയാം, ഏതെല്ലാം രഹസ്യമായി വെക്കണം എന്നിവയാണ്. കാരണം കാര്യനിവൃത്തിക്ക് ജാഗരൂകനായിരിക്കുന്ന ദേവന് അപ്രിയം ഉണ്ടാകുന്ന സംഗതികൾ വിട്ടുകളയണം. അതുകൊണ്ട് അങ്ങയോട് ചോദിച്ചവയ്ക്കെല്ലാം മറുപടി വിശദമായി പറയൂ. ജാംബവാന്റെ ചോദ്യങ്ങൾ കേട്ട ഹനുമാന് സന്തോഷം നിമിത്തം രോമാഞ്ചമുണ്ടായി. സീതാദേവിയെ ശിരസ നമസ്കരിച്ച് രഘുനായകനെ മനസ നമസ്കരിച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം മറുപടിയായി പറഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.